നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ അതിലേക്ക് ആദ്യം പോവുക. അതിലെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. എന്നിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് നമ്പർ നോക്കി ബബിൾ ചെയ്യുക. വെരി ഇമ്പോർട്ടന്റ്. അന്നേരം നമുക്ക് തോന്നും നമുക്കൊന്നും ഓർമ്മയില്ല, നമുക്ക് ബ്ലാങ്ക് ആയിപ്പോ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. പിന്നെ OMR കിട്ടുന്നതും നമ്മൾ എക്സാമും തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. എസ്പെഷ്യലി ബ്രില്യൻ്റിലെ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നമ്മൾ അത്രയും എക്സാംസ് എഴുതി എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രാക്ടീസസ് ഞങ്ങൾക്ക് എല്ലാ മോഡൽ എക്സാമിനും കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ബ്രില്യൻ്റിലെ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ലായിരുന്നു. നമ്മൾ സ്റ്റഡീസ് മാത്രമല്ലല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഹോൾ റൗണ്ട് ഡെവലപ്മെന്റ് നമ്മൾ നോക്കണം. അപ്പോൾ FMC ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. നോർമൽ ആർമി റിക്രൂട്ട്മെന്റ് ലെവലിൽ ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ ആവശ്യം നമുക്കില്ല. ഒരു 3s എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു മാർച്ച് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മൾ അതിലോട്ടേക്ക് ഒരു ആർമി ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ വരുവാണ്. AFMCയിലെ മുഴുവൻ മലയാളി വിദ്യാർത്ഥികളെയും പരിചയപ്പെടുത്തുന്ന AFMCയുടെ അനന്ത സാധ്യതകൾ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു മുഴുനീളൻ വീഡിയോ ഉടൻ വരുന്നു. ബ്രില്യന്റ് ടീം അറ്റ് AFMC. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കേരളത്തിലെ ജനലക്ഷങ്ങൾ, അതായത് നീറ്റ് എൻട്രൻസ് എക്സാമിനെ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഏറ്റെടുത്ത ഏറ്റവും ജനപ്രിയമായ പ്രോഗ്രാമാണ് ശിവൻ സാറിനൊപ്പം. കൃത്യം ഞായറാഴ്ച 8 മണിക്കാണ് പ്രോഗ്രാം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഈ ഞായറാഴ്ച നമുക്കിത് സാധിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ടത് സാധിച്ചില്ല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ശിവൻ സാറ് നമ്മോടൊപ്പം ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ബ്രില്യൻ ടീം നമ്മോടൊപ്പം ഇന്ന് ബ്രില്യൻറ്റിലില്ലായിരുന്നു. പകരം ബ്രില്യൻ ടീം ഇന്നുള്ളത് AFMC പൂനെയിലാണ്. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം ഞങ്ങൾ ചേരുന്നത് AFMC പൂനെയിലെ ഒരു പറ്റം ധീരരായ മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പമാണ്. ബ്രില്യൻ്റ് ഇച്ചിരി ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ടേ വരുള്ളൂ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 137ാമത്തെ എപ്പിസോഡിലേക്ക് യെസ്, കേട്ടല്ലോ, നല്ല കിടിലൻ പവറോടുകൂടി ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലെ ധീരരായ മിടുക്കരായ വിദ്യാർത്ഥികൾ തന്ന ആ പവറുള്ള സ്വാഗതം കണ്ടല്ലോ. അപ്പൊ ശിവൻ സാർ ഇന്ന് നീറ്റ് 2025 എഴുതുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോകുന്നത് 2024 നീറ്റ് എൻട്രൻസ് എക്സാം എക്സ്പീരിയൻസ്ഡ് ആയ നിരവധി മെഡിക്കലായ വിദ്യാർത്ഥികളോടൊപ്പമാണ്. അപ്പൊ ശിവൻ സാറിന് മൈക്ക് കൈമാറുന്നു. നമ്മൾ നിൽക്കുന്നത് AFMC പൂനെയിൽ 800ഓളം മെഡിക്കൽ കോളേജുകളിൽ 1,10,000-ഓളം MBBS സീറ്റുകൾ. പക്ഷേ AFMC വൺ ആൻഡ് ഒൺലി 800-ൽ ഒരേ ഒരു കോളേജ് മാത്രമേ നമുക്ക് ഈ ലേബലിൽ പറയാൻ സാധിക്കുകയുള്ളൂ, AFMC. നീറ്റ് 2024 നമുക്കറിയാം, പ്രിപ്പറേഷനിൽ അതിൻ്റെ തയ്യാറെടുപ്പിൽ ഏറ്റവും അധികം രീതിയിൽ തയ്യാറെടുത്ത് എക്സാമിന് ഏറ്റവും അധികം മാർക്ക് മേടിച്ച വിദ്യാർത്ഥികളാണ്. പക്ഷെ അത് മാത്രം പോരായിരുന്നു. കോൺഫിഡൻസ് ലെവല് നീറ്റ് എക്സാമിനേക്കാളും കൂടുതൽ ഒരു കോൺഫിഡൻസ് ലെവല് അവനവനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു അവബോധമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ AFMCയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നീറ്റ് 2025 എഴുതുന്നവരോടായിട്ട് പറയാനുള്ളത്. ഒന്ന്, എക്സാം ഹാളിൽ മെയ് 4-ാം തീയതി 2 മുതൽ 5 വരെ 180 ചോദ്യങ്ങൾ, 180 മിനിറ്റ്. ആ എക്സാം ഹാളിലെ നമ്മുടെ പ്രിപ്പറേഷന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. അതിനുശേഷം AFMC 145 സീറ്റുകൾ, 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്നു. അതിൽ നിന്ന് ഈ 110 ആൺകുട്ടികളെയും 30 പെൺകുട്ടികളെയും തിരിച്ചറിയാനായിട്ട് 145 പേരെ 1600 പേരുടെ ലിസ്റ്റിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണം. 145 എത്തണമെങ്കിൽ ആ എലിമിനേഷൻ പ്രോസസ്സിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് നമ്മളുടെ കോൺഫിഡൻസ്, ഇത് രണ്ടുമാണ് നമുക്ക് ചോദിച്ചറിയാനുള്ളത്. ഈ AFMC നിങ്ങളുടെ ഒക്കെ സ്വപ്നത്തിൽ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് ആദ്യം നീറ്റ് എക്സാം ഹാൾ. നമുക്കറിയാം മെയ് 4-ാം തീയതി 2 മുതൽ 5 വരെ 180 ചോദ്യങ്ങൾ. നമുക്കറിയാം നീറ്റിൽ നമ്മൾ എത്രത്തോളം തയ്യാറെടുക്കുന്നതോടെ ആ എക്സാം ഹാൾ ഒരു 11:30 എക്സാം ഹാൾ ഓപ്പൺ ചെയ്യുന്നു. 12:30 നമ്മൾ അഡ്മിറ്റ് കാർഡുമായിട്ട് ചെല്ലണം. അവിടുത്തെ ഫ്രിസ്കിങ് അല്ല അവിടുത്തെ നമ്മുടെ ഒരു ചെക്കിംഗ് ഒക്കെ നമ്മൾ എത്രത്തോളം അതിനെ നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ടോ എക്സാം ഹാൾ? എൻ്റെ പേര് സൂര്യനാരായണൻ. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ്. ഞാൻ നീറ്റ് 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ AFMCയിലാണ്. നമ്മൾ ബേസിക്കലി ഫ്രിസ്കിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരുങ്ങിയൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ ഭയങ്കര ടൈറ്റ് ജീൻസ് അങ്ങനത്തെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡ്രസ് കോഡുകളൊക്കെ ഫോളോ ചെയ്താണ് പോകുന്നത്. അത് നമുക്ക് അറ്റ്മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ഡ്രസ് കോഡ് ഫോളോ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ഫ്രിസ്കിങ്ങിൽ യാതൊരു തര ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നില്ല. ശരി, നമ്മൾ ചെല്ലുന്നു, നമ്മൾ അവിടെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചൊന്ന് ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് ജസ്റ്റ് നമ്മുടെ പോക്കറ്റ് ചെക്ക് ചെയ്യുന്നു. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഫ്രിസ്കിങ്ങിൽ കാര്യമായിട്ടൊന്നും അങ്ങനത്തെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നീറ്റ് എന്ന് പറയുന്നത് നമ്മൾക്കാണ് ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എക്സാം ഹാളിൽ
നമ്മൾ മെറ്റൽ പീസുകളൊന്നും നമ്മൾ ധരിക്കുന്നില്ല, നമ്മൾ ഏറ്റവും നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. അത് നമ്മളുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ ഇന്ത്യയെക്കാളും കൂടുതലായിട്ട്? അതെ, അവരൊരു ഡ്രസ് കോഡ് തന്നിട്ടുണ്ട്, നമ്മളത് പാലിക്കണം. അവർ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ പാലിച്ചേ പറ്റൂ. അതിപ്പോൾ നമ്മുടെയും അവരുടെയും ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കൺവീനിയൻസ് ഉണ്ടായ സെന്ററിൽ പ്രശ്നം ഉണ്ടാവില്ല, എക്സാം സ്മൂത്തായി നടക്കും, നമുക്ക് കാമായിട്ട് ഇരിക്കാം, ടൈമിന് എക്സാം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. 2024 ബാംഗ്ലൂരിൽ നിന്ന് എഴുതിയതാണ് അല്ലേ? അതെ. ഓക്കെ, ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ക്രിസ്റ്റീന ജയൻ തേർമിടം. എൻ്റെ വീട് ബാംഗ്ലൂരാണ്. ഞാൻ നീറ്റ് 2024 റിപ്പീറ്റേഴ്സ് ബാച്ച് പാലാ സെന്ററിലാണ് പഠിച്ചത്. ഏതാണ്ട് 1:45 നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം 1:50 തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബാഗ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമുക്ക് വെളിയിലെടുക്കാം. ഈ 1:30 മുതൽ 1:45 വരെ അല്ലെങ്കിൽ 11:30 മുതൽ നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? ആ ഒരു സമയത്ത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിനൊക്കെ എങ്ങനെയാണെന്ന് മെയിൻറ്റെയിൻ ചെയ്തെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുമോ? ഒരു 1:45 വരെയൊക്കെയുള്ള ഒരു ടൈം എങ്ങനെയാണ് നമ്മൾ കാം ആകേണ്ടതിന്റെ ഒരു അത്യാവശ്യം? എൻ്റെ പേര് ലിജോ മാത്യു, ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി എക്സാം ഹാളിൽ നമ്മൾ നേരത്തെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങാൻ പറ്റിയ അവസരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളങ്ങനെ വാങ്ങാൻ പാടില്ല. പിന്നെ ബാക്കിയുള്ളവർ പലരും ചിലപ്പോൾ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണും. പക്ഷേ നമ്മളതൊന്നും ബാധിക്കില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതാൻ വേണ്ടി നല്ല ഫുൾ കോൺഫിഡൻസോടെ അവിടെ ഇരിക്കണം. പിന്നെ അന്നേരം നമുക്ക് തോന്നും നമുക്കൊന്നും ഓർമ്മയില്ല, എല്ലാം ബ്ലാങ്ക് ആയിപ്പോ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. നമുക്ക് ഏതാണ്ട് 1:45 അല്ലേ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ പാക്കറ്റ് നമുക്ക് കിട്ടുന്നത് വിത്ത് പെൻ അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് അവർ ഇൻവിജിലേറ്റർ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുമോ? എൻ്റെ പേര് മനു കൃഷ്ണ, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോട് ക്യാമ്പസിൽ തന്നെയാണ് പഠിച്ചത്. നമുക്ക് 1:45 നമുക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടും. അപ്പൊ ആ ഇൻവിജിലേറ്റേഴ്സ് കൃത്യമായിട്ട് പറയുമോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ? ഒട്ടും പേടിക്കേണ്ടതില്ല. ഇൻവിജിലേറ്റേഴ്സ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തരും. ആ പ്ലാസ്റ്റിക് ബാഗ് ഓപ്പൺ ചെയ്യുക, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രണ്ടിൽ വേണ്ട ഡീറ്റെയിൽസ് എഴുതുക എന്നുള്ളത് എല്ലാം കൃത്യമായി പറഞ്ഞു തരും. ആ എക്സാം ഹാളിൽ ക്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് സമയം അറിയാൻ സമയത്തിനെ കുറിച്ച് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നു. 1:45 നമുക്ക് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടുകയും പേന ഉൾപ്പെടെ നമുക്ക് കിട്ടുകയും ചെയ്യും. 1:50 നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. ആ പ്ലാസ്റ്റിക് എൻവലപ്പ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എടുക്കുകയും അതിനകത്ത് ഡീറ്റെയിൽസ് എഴുതുകയും. നമുക്ക് OMR എപ്പോഴാണ് നമ്മളുടെ കയ്യിൽ കിട്ടുന്നത്? 2 മണിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. എൻ്റെ പേര് അഞ്ജന, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ബ്രില്യൻറ്റിലെ ഓഫ്ലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പൊ AFMC പൂനെയിൽ അതെ, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. 2 മണിക്ക് തന്നെയാണ് OMR കിട്ടുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് നമ്മുടെ ടൈം ഒട്ടും ഡിലേ ആവില്ല, നമുക്ക് കറക്റ്റ് ടൈമിന് തന്നെ എന്തായാലും എക്സാം തീർക്കാൻ പറ്റും. പിന്നെ OMR കിട്ടുന്നതും നമ്മൾ എക്സാമും തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. എസ്പെഷ്യലി ബ്രില്യൻറ്റിലെ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് നമ്മൾ അത്രയും എക്സാംസ് എഴുതി എക്സ്പീരിയൻസ് ഉണ്ട്. സോ OMR ഫില്ല് ചെയ്യുന്ന കാര്യത്തിലായാലും അങ്ങനെ ഒരു പ്രശ്നങ്ങളും വരാറില്ല. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാം ആൻഡ് കൂളായിട്ട് എഴുതാം. നമുക്ക് മെയ് 3 12 മണി വരെ നിങ്ങൾക്ക് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മെയ് 4 നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നത്. അപ്പം സെയിം ബ്രില്യന്റിന്റെ ഒരു എക്സാം ഹാള് തന്നെയാണ് മെയ് 4 നിങ്ങൾക്ക് കിട്ടുന്നത്. മെയ് 4 2 മണി നമ്മുടെ 2025 കുട്ടികൾ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പം അവർക്ക് OMR ചെയ്യാനുണ്ട്, ഈ 180 ചോദ്യങ്ങൾ ഉത്തരവുണ്ട്. അപ്പൊ അവർക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം ചിലർ ബയോളജി ആയിരിക്കും ആദ്യം എഴുതുന്നത്, ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പം അല്പം ടഫായിട്ട് തോന്നിയേക്കാം. അപ്പൊ ആ ഒരു 180 മിനിറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് ഇപ്പം നമുക്ക് എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും? ഞാൻ നിവേദ്യ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു. ആ ഒരു സമയം ഏറ്റവും മാക്സിമം എഫിഷ്യൻസി വെച്ച് യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ അതിലേക്ക് ആദ്യം പോവുക. അതിലെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടുക. എന്നിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നമ്പർ നോക്കി ബബിൾ ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ബബിൾ ചെയ്യുക, അറിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാർക്ക് ചെയ്യുക, അതവിടെ വിടുക. ഇനിയും നമുക്ക് സമയം ബാക്കി കിട്ടും ബാക്കി ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ. അങ്ങനെ അറിയാവുന്ന എല്ലാം കോൺഫിഡൻസോടെ ആദ്യം ചെയ്തു പോവുക. പിന്നെ നിങ്ങൾക്ക് ആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരും ഇത് റിലേറ്റ്. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടു എന്താണെന്ന് അറിയാം, അത് ഈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആലോചിച്ചെടുക്കാൻ സമയമുണ്ട്. അങ്ങനെ ചെയ്തു പോവുക. അറിയാവുന്നതൊക്കെ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുക. അപ്പം നമുക്ക് അറിയാവുന്നതിൻ്റെ മാർക്സ് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ബാക്കി അറിയാവുന്നത് ഓർമ്മ വരുന്നത് അറ്റൻഡ് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് സമയം ഉണ്ടാവുമല്ലോ, ഇപ്പം അത് അറിയത്തില്ല, എന്നാലും നിങ്ങൾക്ക് ആ സമയത്ത് ആലോചിച്ച് ചെയ്യാൻ ബാക്കിയുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എന്തായാലും മിസ് ആവത്തില്ല. അപ്പം ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് എക്സാം ഈസി ആയിരിക്കും. നമുക്ക് ഈ എക്സാമിനിടയിൽ 180 മിനിറ്റ് 180 ചോദ്യങ്ങളാണ് ഈ വർഷം 2025. നിങ്ങൾക്ക് ഒരു വർഷം 200 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ 180 മിനിറ്റേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതിനിടയിൽ തന്നെ നമുക്കറിയാം OMRൽ നമുക്ക് തമ്പിമൃഷം വെക്കാനുണ്ട്, സൈൻ ചെയ്യാനുണ്ട്. ഈ ഇൻവിജിലേറ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ സമയം കൺട്രോൾ ചെയ്യേണ്ടത്? കാരണം അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം നമ്മളവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമില്ല അല്ലേ? അപ്പം എന്താണ് നമ്മൾ അവിടെ ഒരു നല്ലൊരു കോൺഫിഡൻറ്റ് എന്താണ് ഉപയോഗിക്കേണ്ടത്? ആ എക്സാം ഹാളിൽ അവർ വന്ന് പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കും. ഫോട്ടോ ഒട്ടിക്കാനുണ്ട്, തമ്പിമൃഷം വെക്കാനുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം ആ സമയത്തിനെ നമുക്ക് എങ്ങനെ നമ്മുടെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും?
എൻ്റെ പേര് ജാസ്മിൻ ജോസഫ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ബ്രില്യൻറ്റിലെ എല്ലാ മോഡൽ എക്സാംസും അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് ഇതുവരെ ഒരു ക്യാഷ് പ്രൈസ് പോലും കിട്ടിയിട്ടില്ല എങ്കിലും ഞാൻ ഒരു മോഡൽ എക്സാം സ്കിപ്പ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്തപ്പം അതിലെല്ലാം എനിക്ക് കിട്ടിയത് എൻ്റെ ക്ലാസ് ടീച്ചർ, എൻ്റെ ഇൻവിജിലേറ്റർ ടീച്ചർ എപ്പോഴും വന്ന് സൈൻ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രാക്ടീസസ് ഞങ്ങൾക്ക് എല്ലാ മോഡൽ എക്സാമിനും കിട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ബ്രില്യൻറ്റിലെ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ലായിരുന്നു. അതുപോലെ ഞങ്ങൾ അവിടെ എക്സാം എഴുതുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ഞങ്ങൾ പേപ്പറിന് കൊടുത്തിരുന്നു. സൈഡിലുള്ളവർ, എൻ്റെ സൈഡിലുള്ള കുട്ടി ഉറങ്ങുമായിരുന്നു, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. അതുപോലെ നമ്മൾ നമ്മുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. ബിക്കോസ് ആ ഒരു ദിവസം എത്ര അധികം നമ്മൾ പഠിച്ചെന്ന് വെച്ചാലും ആ ഒരു ദിവസം എന്തായിരിക്കുമോ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, അത് ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസും ഉണ്ടായിരിക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ദൈവവിശ്വാസം സെൽഫ് കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും വിജയിക്കും. നമുക്ക് എത്തേണ്ടത് AFMC പൂനെയിലാണ്. അങ്ങനെയാണെങ്കിൽ നീറ്റിന്റെ റിസൾട്ട് മാത്രം പോരാ, നമ്മുടെ കോൺഫിഡൻസ് ലെവല്, കമ്മ്യൂണിക്കേഷൻ ലെവല്, മെഡിക്കൽ ഫിറ്റ്നസ്. മെയ് 5-ാം തീയതി നീറ്റ് എക്സാം കഴിഞ്ഞാൽ ഏതാണ്ട് ജൂലൈ 25-ാം തീയതി വരെയുള്ള ഏതാണ്ട് 70-80 ദിവസം നമുക്ക് AFMC പോലുള്ള കോളേജിൽ എത്തുന്നതിന് മെന്റലി ആൻഡ് ഫിസിക്കലി ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. നമുക്ക് ചോദിക്കാം, ഏറ്റവും അധികം വെയിറ്റിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് AFMCയിലോട്ട് കടന്നു വന്ന AFMCയുടെ ഒരു തയ്യാറെടുപ്പ്, ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ? നീറ്റ് എക്സാമിന് ശേഷം എങ്ങനെയൊക്കെയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്, മെഡിക്കലി ആൻഡ് മെന്റലി പ്രിപ്പയർഡ് ആവേണ്ടത്? എൻ്റെ പേര് കാർത്തിക് പ്രിയദർശൻ. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. കോഴിക്കോട് സെൻട്രലിൽ തന്നെ 2024 റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു പഠിച്ചിരുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ ഓവർ വെയിറ്റ് ആയിരുന്നു. പക്ഷേ എന്നെ ഒരിക്കലും അത് പിന്നോട്ട് വലിച്ചിട്ടില്ലായിരുന്നു. 12th സ്റ്റാൻഡേർഡിൻ്റെ ഒരു മിഡിലായ സമയത്തായിരുന്നു ഞാൻ AFMCയിൽ വരണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പം നീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെയ്തത്, ഞാനൊരു ജിമ്മിൽ പോയി. ഞാൻ തീരുമാനിച്ചു എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. ഇവിടെ വരാനാണെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഇൻഫർമേഷൻ ബ്രോഷർ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഓരോ ഹൈറ്റിനനുസരിച്ച് ഓരോ വെയിറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ഞാൻ ഓൾമോസ്റ്റ് 20 കിലോസ് ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ ആ ഒരു 2.5 മാസം കൊണ്ട് തന്നെ ഞാൻ ജിമ്മിൽ പോയി നന്നായി വർക്കൗട്ട് ചെയ്തു. 20 കിലോ ഞാൻ കുറച്ചു. പറയുകയാണെങ്കിൽ അതൊരു ഫിസിക്കൽ ട്രെയിനിങ് ആയിരുന്നു. അപ്പം അത്രയും ഞാൻ എൻ്റെ ലിമിറ്റ്സ് പുഷ് ചെയ്തു. ആ ഒരു ഫിസിക്കൽ ട്രെയിനിങ് തന്നെയാണ് എനിക്കൊരു മെൻ്റൽ കരുത്തായിട്ട് വന്നതും. ആ ഒരു എഫേർട്ട് ഞാൻ എടുത്തപ്പോൾ തന്നെ എനിക്ക് കൂടുതൽ മെൻ്റൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ പറ്റുകയും ആ ഒരു സിമ്പിൾ പ്രോസസ്സ് എന്നെ ഒരു കംപ്ലീറ്റ് ഒരു നീറ്റ് ആസ്പിരന്റ് എന്നൊരു ലെവലിൽ നിന്നും ഒരു AFMC ആസ്പിരന്റിലേക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയ ഒരു സ്റ്റെപ്പ് ആയിരുന്നു അത്. നീറ്റ് 2025 AFMC ആഗ്രഹിക്കുന്നവർക്ക് ഏത് രീതിയിലാണ് ഇങ്ങോട്ട് കടന്നു വരേണ്ടതെന്ന് കൂടി അറിയണ്ടേ? നമുക്ക് നീറ്റ് 2025 നല്ലൊരു സ്കോർ വേണം. 2024 ഇവരെ സംബന്ധിച്ചോളം 675 മാർക്ക്, 720 675 മാർക്കായിരുന്നു 2024 പെൺകുട്ടികളുടെ കട്ട് ഓഫ്. 2023 അത് 640 മാർക്കായിരുന്നു. ആൺകുട്ടികൾക്കാണെങ്കിൽ 656 മാർക്കായിരുന്നു ആൺകുട്ടികൾക്ക്. 2024 23 അത് 617 മാർക്കായിരുന്നു. അപ്പം നീറ്റ് 2025 ഒരു ഏകദേശം ഒരു നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം. നമുക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് ജൂലൈ 5 MCC.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കോട്ടയ്ക്കകത്ത് AFMC എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതിയാകും. അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഏതാണ്ട് ജൂലൈ 10 അല്ല ജൂലൈ 15 1600 കുട്ടികളെ, 150 ആൺകുട്ടികളെയും 350 പെൺകുട്ടികളെയും ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നീറ്റിന്റെ മാർക്ക് അനുസരിച്ച്. അത് കഴിഞ്ഞിട്ടാണ് ജൂലൈ 20 നമ്മൾ AFMCയിലേക്ക് ഇന്റർവ്യൂവിനകത്ത് എത്തേണ്ടത്. ഇന്റർവ്യൂ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ടോളർ, ഇന്റർവ്യൂ, മെഡിക്കൽ ഫിറ്റ്നസ്, ഏതിനായിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഇന്റർവ്യൂ ആണോ കടുപ്പം? നമുക്ക് ചോദിച്ചറിയാം. യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ ആണോ കടുപ്പം, അതോ മെഡിക്കൽ ഫിറ്റ് ആകുക എന്നുള്ളതാണോ? ഏതാണ് AFMCയുടെ പ്രധാന അജണ്ട? എൻ്റെ പേര് ആദിത്യകൃഷ്ണൻ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ 2024 ബ്രില്യൻ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരുന്നു. AFMCയുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ പറയുമ്പം ബേസിക്കലി നീറ്റ് ഒരു സ്കോർ കാണും, അത് ക്വാളിഫൈ ചെയ്യുക, അത് ഷോർട്ട് ലിസ്റ്റ് വന്നവരാണ് വിളിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് ടെസ്റ്റ് ഒക്കെ ബേസിക് ഇംഗ്ലീഷ് ടെസ്റ്റാണ്. അപ്പോൾ അത് ജസ്റ്റ് സിമ്പിൾ പ്രിപ്പറേഷൻ കൊണ്ട് ചെയ്യാം. പിന്നെ ഇന്റർവ്യൂ ബേസിക് ആയിട്ട് കോൺഫിഡൻ്റ് ആയിരിക്കുക, ബി യുവർ സെൽഫ്. നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി. ബേസിക് GK ഒക്കെ ചോദിക്കത്തുള്ളൂ, കാര്യമായിട്ടൊന്നും ചോദിക്കില്ല. ബി യുവർ സെൽഫ്, പ്രസൻറ്റ് യുവർ സെൽഫ്, അത്രേ ഉള്ളൂ. മെഡിക്കൽ ടെസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലാണ്. ഇപ്പോൾ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക, അല്ലാതെ പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിലുള്ളതല്ല. നമ്മുടെ ബോഡി അങ്ങനെയായിരിക്കും. നമ്മുടെ കൺട്രോളിലുള്ളതൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കുക. വെയിറ്റ് ഓവർ വെയിറ്റ് അല്ലാതെ നോക്കുക. ബാക്കി മെഡിക്കലി ഫിറ്റാണ്, അത് ഡിപ്പെൻഡ്സ് ഓൺ സംതിങ് അതേഴ്സ്, സം അതർ ഫാക്ടേഴ്സ്. അപ്പം അതതിൻ്റെ രീതി പോകും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ പെർഫോമൻസ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഇന്റർവ്യൂ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക, ബി യുവർ സെൽഫ്, ദാറ്റ്സ് ഇറ്റ്. നീറ്റ് 2025 AFMCയിലോട്ട് എത്തുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെയാണ് കരുതിയിരിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു. നമുക്ക് ഇനി ഈ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ്,
അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചറിയാം. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഒരു ആർമി പേഴ്സൺ ആവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ രാജ്യത്തെ സേവനം അനുഷ്ഠിക്കാം. ഏറ്റവും അധികം നമുക്കറിയാം മെഡിക്കൽ ഫണ്ടിങ് ഒക്കെ വേണ്ടി വരുന്ന ഒരു MBBS സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം എത്രയധികം ചെലവുകളാണ് ഒരു MBBS സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്നത്. അപ്പം അതിനെ സംബന്ധിച്ചോളം നമ്മൾ 7 വർഷത്തോളം MBBS പഠനത്തിന് ശേഷം രാജ്യസേവനം ചെയ്യേണ്ട കമാൻഡർ പദവിയിൽ തന്നെ നമ്മൾ ഉയർന്ന ശമ്പളത്തോടുകൂടി തന്നെ നമ്മളിവിടെ ജോലി ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു ആർമി പേഴ്സൺ ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എലിമിനേഷൻ പ്രക്രിയയിൽ ഒരുപക്ഷെ നമ്മൾ ഔട്ട് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ആർമി പേഴ്സൺ ആകാൻ ഫിറ്റ് അല്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഒരിക്കലും നമുക്ക് വേറൊരു MBBSന് നമ്മളെ ഒന്നും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. അപ്പം ഒരു ആർമി പേഴ്സൺ എന്തായിരിക്കണം എന്നുള്ളതാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ഒരു 75 ദിവസത്തോളം എങ്ങനെയായിരിക്കും നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്? അതിന് വേറൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ? എൻ്റെ പേര് അലിഫ് ഷാ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ഞാൻ 2026 റോങ് ടേം റെസിഡൻഷ്യൽ സെന്റ് വിൻസെന്റ് പാലയിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇന്റർവ്യൂ മെഡിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് നമുക്ക് ഇന്റർവ്യൂവിന് വേണ്ടി ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് പ്രിപ്പറേഷൻ, നമുക്ക് കോൺഫിഡൻസ്, അതുപോലെ തന്നെ ബേസിക് നോളജ്, പിന്നെ അതുപോലെ കാര്യങ്ങൾ മാത്രം മതി. മെഡിക്കലിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ഫിറ്റ്നസ് ഉണ്ടാവണം. അതായത് നമുക്ക് ബേസിക് സ്റ്റാമിന, ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ വന്ന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അതിനൊരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ചെസ്റ്റ് എക്സ്പാൻഷൻ, അല്ലെ വെയിറ്റ്, അല്ലെങ്കിൽ ടീത്ത്, ഹെയർ, അങ്ങനെ നമുക്ക് ക്യൂറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലെ അതിനൊന്നും അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് നോക്കില്ലല്ലോ. നമുക്ക് അതിന് ഒരു നോർമൽ ആർമി റിക്രൂട്ട്മെന്റ് ലെവലിൽ ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് മെഡിക്കൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ തന്നിരിക്കുന്ന മിനിമം ക്രൈറ്റീരിയകൾ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇൻഫർമേഷൻ ബ്രോഷറിൽ കൃത്യമായിട്ട് അത് മെയ് 4 ശേഷം മാത്രം നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധിക്കും. IFMCയുടെ സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. MBBS പഠനം AFMCയിൽ ആവണമെങ്കിൽ നാം ഏതൊക്കെ രീതിയിൽ തയ്യാറെടുക്കണമെന്നുള്ളതാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഏതാണ്ട് 145 പേരെ ഫൈനൽ ലിസ്റ്റ് ഒക്കെ ചെയ്തു. ആദ്യത്തെ MBBSന്റെ ക്ലാസ് തുടങ്ങുന്നതും AFMCയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനൽ സെലക്ഷൻ ഒക്കെ കിട്ടി. അതിനുശേഷമുള്ള ഇവിടുത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി നമുക്ക് ചോദിച്ചറിയാം. കാരണം ഇവിടെ വൈറ്റ് കോട്ട് സെറമണി ഒന്നും അല്ല നടക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ആദ്യത്തെ ഒരു 3 മാസത്തെ MBBS പഠനം എന്നുള്ളത് കൂടി നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി, ഫൈനൽ ലിസ്റ്റ് വന്നു, നമ്മൾ AFMCയുടെ ഈ കവാടം കടന്ന് വന്നു. ആ ഒരു 3 മാസത്തെ ഓർത്തെടുക്കാൻ സാധിക്കുമോ? എൻ്റെ പേര് ഡേവിഡ് കുഞ്ഞുമോൻ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. 2024 ബ്രില്യൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു. ഇന്റർവ്യൂവും പ്രോസസ്സും എല്ലാം നമ്മൾ പാസ്സായി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫൈനൽ ലിസ്റ്റ് വന്നു. ഒരു രാത്രി നോക്കിയപ്പോഴാണ് നമ്മുടെ ഫൈനൽ ലിസ്റ്റ്, നമ്മുടെ പേരുണ്ട് അല്ലേ? എന്തായിരുന്നു ഫസ്റ്റ് എക്സ്പ്രഷൻ? 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ അവരപ്പോൾ തന്നെ നമുക്ക് മെമ്മോ വരും. അവിടെ നിന്ന് നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നു. ആദ്യത്തെ 1 മാസം ഫൗണ്ടേഷൻ കോഴ്സ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചുറ്റുപാട് നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കോഴ്സ് ഉണ്ട്. അത് നമുക്ക് മോർണിംഗ് PT അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ ഒരു 5:30 നമ്മൾ എണീറ്റ് മോർണിംഗ് PT ഉണ്ട്, ഈവനിങ് PT ഉണ്ട്. നമുക്ക് നമ്മളെ ഒന്ന് ഇതാക്കാൻ വേണ്ടി നമ്മുടെ കൂടെ എപ്പോഴും ഒരു സാബ് ഉണ്ടാകും. നമുക്ക് ഈ കോളേജിനെ പറ്റി ഇതിനെപ്പറ്റി നമ്മൾ സിവിലിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ആർമി ലൈഫ് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു സാബ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളെ ഇന്നെടുത്ത് കൊണ്ടുപോകാനും നമ്മളൊരു ട്രൂപ്പായിട്ട് മാർച്ച് ചെയ്ത് കൊണ്ടുപോകാനും ഒരു ഏതാണ് ഭയങ്കര ഒരു അട്രാക്ഷൻ ആണല്ലേ നമ്മളെ ആ ഒരു എല്ലാവരുമായിട്ടൊന്ന് ചേർന്ന്. അതന്നെ ഒരു 3s എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു മാർച്ച് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മൾ അതിലോട്ടേക്ക് ഒരു ആർമി ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ വരുവാണ്. അങ്ങനെയായിരുന്നു ആദ്യത്തെ 1 മാസം ഫൗണ്ടേഷൻ കോഴ്സ്. അത് കഴിഞ്ഞാണ് നമ്മുടെ നോർമൽ മെഡിക്കൽ ക്ലാസ്സസ് തുടങ്ങുന്നത്. ഈ നമ്മൾ രാവിലെ 5:30 എഴുന്നേക്കുന്നു. അപ്പം ആദ്യത്തെ ഒരു ഡിഫിക്കൽട്ട് ആണ് ഈ ഒരു ഷെഡ്യൂൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നോ? ആദ്യം ഇത് എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്? ആദ്യമൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ 5:30 എണീക്കാൻ പറ്റത്തില്ല. അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. ഉറക്കം അത് വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് യൂസ്ഡ് ആവും. കാരണം നമ്മളിപ്പം ഒരു യൂണിറ്റി ഉണ്ടാവും നമ്മൾ തമ്മിൽ തന്നെ. നമ്മുടെ ഫ്ലോർ ആണെങ്കിലും നമ്മുടെ ബാച്ച് ആണെങ്കിലും നമ്മൾ രാവിലെ എല്ലാവരുടെയും കൂടെ എണീറ്റ് പോകുമ്പോൾ നമ്മൾ അവസാനം നമ്മൾ ആ ഒരു ട്രാക്കിലോട്ടാകും. നമ്മൾ അങ്ങനെ ആവും. പിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഇവരുടെ കൂടെ ഫ്ലോയിൽ അങ്ങോട്ട് പോകും. നമ്മൾ അത് അങ്ങനെ ആയിപ്പോകും. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, PT ഉണ്ട്, PT കഴിഞ്ഞ് വന്ന് കുളിക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു. അതിനുശേഷം ക്ലാസ്സുകൾ വൈകി ആരംഭിക്കുകയാണ്. 8:30 ആകുമ്പോഴേക്കും ക്ലാസ് തുടങ്ങും. ക്ലാസ് കഴിഞ്ഞു 4-5 മണിയാകുമ്പോൾ ക്ലാസ് തീരും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു PT സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ PTയും കഴിഞ്ഞ് അങ്ങനെ ആ ഒരു പ്രക്രിയ അങ്ങനെ. നമുക്കറിയാം ആർമി പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പെൺകുട്ടികൾ കടന്നു വരാനായിട്ട് അത്രയധികം മടിക്കുന്ന ഒരു മേഖലയാണോ എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഈ ക്യാമ്പസിൽ കാണാൻ കഴിഞ്ഞത് നേരെ തിരിച്ചൊരു അനുഭവമാണ്. കാരണം ഇത്രയധികം സെക്യൂർ ആയിട്ടുള്ള ഒരു മേഖല,
ധൈര്യമായിട്ട് ആർക്കും കടന്നു വരാവുന്ന, എത്രയും എൻജോയ് ചെയ്തുകൊണ്ട് MBBS പഠിക്കുന്ന, കാരണം നമ്മുടെ ഇവിടുത്തെ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊന്നും സമയമില്ല എന്നുള്ളതിനൊക്കെ നേരെ വിപരീതമാണ് ഈ ക്യാമ്പസിന്റെ ഒരു ലൈവ് എന്ന് പറയുന്നത്. ശരിക്കും ആസ്വദിച്ച് പഠിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. AFMC ആർമി പേഴ്സൺ, ഇത് എപ്പോഴാണ് ഈ ഒരു സ്വപ്നം തോന്നിയത്? അത് കഴിഞ്ഞിട്ട് ഈ ക്യാമ്പസിനകത്തോട്ട് കിടന്നു വന്നപ്പം അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നോ? ഇപ്പൊ എങ്ങനെയാണ് ഇത് എൻജോയ് ചെയ്യുന്നത്? പെൺകുട്ടികൾക്ക് ഇത് എത്രത്തോളം അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? എൻ്റെ പേര് നിയ നൈസ്. ഞാൻ തിരുവനന്തപുരം വന്നു. ഞാൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു അവിടുത്തെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു, എങ്ങനെ ചെയ്യാൻ പറ്റും, ഇവിടെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ട്. പക്ഷേ നമ്മൾ പോയി നമ്മൾ യൂസ് ടു ആവും. നമുക്ക് പഠിത്തവും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും AFMC എന്നൊരു ആഗ്രഹം എപ്പോഴാണ് തോന്നിയത്? AFMCയുടെ ആഗ്രഹം എനിക്ക് 10th സ്റ്റാൻഡേർഡ് തൊട്ടേ ഉണ്ടായിരുന്നു. ഈ ഞാൻ MBBS എടുക്കുന്നെങ്കിൽ AFMCയിൽ തന്നെ വന്ന് എടുക്കണം. ക്യൂക്കി നമ്മൾ സ്റ്റഡീസ് മാത്രമല്ലല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഹോൾ റൗണ്ട് ഡെവലപ്മെന്റ് നമ്മൾ നോക്കണം. അപ്പോൾ AFMC ഇസ് ദ ബെസ്റ്റ് ചോയ്സ്. ഏതാണ്ട് 10 മാസത്തോളമായി ഈ ക്യാമ്പസുമായിട്ട് അല്ലെ ചേർന്ന് നിന്നിട്ട്, അപ്പൊ ആ ഒരു അച്ചീവ്മെന്റ് തീർച്ചയായിട്ടും റൈറ്റ് ആയിരുന്നു. അതെ, ഇത് എന്റെ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് ആണ്. ശിവൻ സാറിനൊപ്പം എന്ന ഈ പ്രോഗ്രാം ഞങ്ങളും കഴിഞ്ഞ വർഷം ഒരുപാട് കണ്ടിരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങളെ പോലെ ഞങ്ങൾ ആ സ്ക്രീനിന്റെ പുറകിലാണ് ഇരുന്നിരുന്നത്. ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ അതിന്റെ കാരണം ബ്രില്യൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്കും അടുത്ത വർഷം AFMCയിലേക്ക് കടന്നു വരാം ധൈര്യപൂർവ്വം. 2025 മെയ് 4 നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ വക Brilliant Study Center, India's #1 coaching center for NEET and JEE.